ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മൾ ഫുൾ ഡേ ഇന്ന് പുറത്താണ് എങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ എന്തായാലും വന്നിട്ട് നമ്മൾ കണ്ണാടി നോക്കും. എത്ര മേക്കപ്പ് ചെയ്താലും വന്നിട്ട് നമ്മൾ കണ്ണാടി നോക്കുമ്പോഴും നമ്മളെ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് എണ്ണമയവും പറ്റി ഭയങ്കര പൊടിയൊക്കെ അടിച്ചൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും. നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. ആദ്യം ഒരു നല്ല ക്ലീൻ ബൗൾ എടുക്കുക. ബൗളിലേക്ക് ഞാൻ ഇടുന്നത് മുൾത്താന മിട്ടിയാണ്. നമ്മൾ മുൾത്താന മിട്ടിയെ പറയാനാണെങ്കിൽ നല്ലൊരു നമ്മളെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എണ്ണമയത്തെ നീക്കം ചെയ്യാനും നമ്മളെ മുഖത്ത് ചുളിവുകളും അതുപോലെ തന്നെ നമ്മളെ മുഖത്തുണ്ടാകുന്ന കറുപ്പ് പാടുകളും എല്ലാം നമുക്ക് മാറ്റി തരുന്നതാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൂടിയാണ് കേട്ടോ. എനിക്കത് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. ആ മുൾത്താന മിട്ടി ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടൊക്കെ ഉണ്ട്, എന്നാൽ കൂടി അത് ഏറ്റവും നല്ലൊരു എഫക്റ്റ് കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന കോഫി പൗഡർ എനിക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെയാണ് ഡാർക്ക് സർക്കിൾസ് മാറാനും പിന്നെ അതിന് കരിവാളിപ്പ് മാറാനും അതുപോലെ തന്നെ കറുത്ത പാടുകൾ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഞാൻ കറ്റാർവാഴ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതാ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുമ്പോൾ പുതിയ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇടുന്നത് കറ്റാർവാഴയാണ്. ഫ്രഷ് കറ്റാർവാഴ കിട്ടിയില്ലായിരുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ഹിമാലയയുടെ ഒരു ഫ്രഷ് നല്ലതാണ്. എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നല്ല കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ. അപ്പം ഹിമാലയയുടെ ഹിമാലയയുടെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ പിമ്പിൾസിനും ആക്നെയ്ക്കിനും നമ്മളെ എല്ലാത്തിനും ഏറ്റവും നല്ലൊരു ജെല്ലും കൂടെയാണ് കറ്റാർവാഴ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുന്നത് പേസ്റ്റ് രൂപത്തിലാവാത്ത വെച്ചാൽ നമ്മൾ ജെല്ലും കൂടെ ആയതുകൊണ്ടാണ് അത്രത്തോളം പേസ്റ്റ് രൂപത്തിലോട്ട് ആവാത്ത. കുറച്ച് റോസ് വാട്ടറും കൂടെ ഞാൻ ഒഴിച്ചു കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പം കോഫി പൗഡറിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്കിൻ വൈറ്റനിങ് ആക്കാനും പെട്ടെന്ന് വൈറ്റനിങ് ആക്കാനും കഴിയും. അതുപോലെ തന്നെ നമ്മളെ പിഗ്മെൻറ്റേഷൻ, നമ്മളെ മുഖത്തുണ്ടാകുന്ന നമ്മളെ മുഖത്തൊക്കെ നല്ല കുരുക്കളൊക്കെ ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ മുഖത്ത് കുരുക്കളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു റെമഡിയും കൂടിയാണ് കേട്ടോ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മുമ്പേ നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാട് ദിവസമൊന്നും പറ്റില്ല, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പറ്റുള്ളൂ. ഓയിലി സ്കിന്നുകാർക്ക് ഡെയിലി നമുക്ക് ഇടാൻ പാച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കയ്യിലൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് പാച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും വലിയ ശ്രദ്ധിക്കുകയാണ് നമ്മളെ മുഖത്ത് വല്ല മുറിവുകൾ, നമ്മൾ മുഖക്കുരു പൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഈ ഫേസ് പാക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ സാധാരണ നോർമൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതിന് നല്ല ഒരു അടിപൊളി പാക്കും കൂടിയാണ് കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് വന്നാൽ നല്ലൊരു എഫക്റ്റ് തരുന്ന ഒരു പാക്കും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു മാക്സിമം ഒരു 15-30 മിനിറ്റത്തോളം വയ്ക്കാം. 30 മിനിറ്റ് വയ്ക്കാം, 20 മിനിറ്റ് വയ്ക്കാം, 15 മിനിറ്റ് വയ്ക്കാം. പക്ഷേ എന്നാലും ഒരുപാട് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈ ആവരുത്. കാരണം നമ്മുടെ മുഖത്ത് ചുളിവ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചുളിവ് വീഴാൻ നമ്മൾ ഒരുപാട് ഡ്രൈ ആവാതെ ചിലപ്പോൾ ഈ നമുക്ക് മഴയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് നല്ലവർക്ക് ഡ്രൈ ആവാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പുറത്തൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിച്ച് നമ്മൾ ബീച്ചിലോ നമ്മളിപ്പം ബീച്ചിലായാലും നമ്മളെവിടെ പാർക്കിലായാലും ഒക്കെ വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് വെയിലടിച്ച് നമ്മൾ അത്രയ്ക്ക് കരുവാളിച്ച് പോകും കേട്ടോ. അപ്പം ഇതിനെ പറ്റിയൊരു വീട്ടിൽ പറ്റുന്നൊരു റെമഡിയും കൂടിയാണ് കേട്ടോ ഇത്. വീട്ടിൽ നമ്മൾ ഇപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒന്നും കൂടെയാണ്. കാരണം ഇതിൽ കോഫി പൗഡറും ഞാൻ കറ്റാർവാഴയും കൂടെ അടങ്ങിയിട്ടുള്ളൊരു പാക്കും കൂടെയാണ് കേട്ടോ.
അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ മുൾത്താന മിട്ടി വെച്ച് വെള്ളമൊക്കെ വെച്ച് ചെയ്യുമ്പോഴൊന്നും എൻ്റെ മുഖത്ത് അത്ര എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിപ്പോൾ നല്ലൊരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമ്മളെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും നല്ല പ്രശ്നത്തിനൊക്കെ പരിഹാരമാണ്. പ്രത്യേകിച്ച് എനിക്കിതിൽ നല്ല തണുപ്പ് തന്നെ ഫീൽ ചെയ്തു കേട്ടോ. നല്ല നമ്മളിപ്പോൾ നമ്മൾ ഫ്രീസർ തുറന്നാൽ ഇങ്ങനെ ഇരിക്കും അതുപോലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എൻ്റെ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയപ്പോൾ തന്നെ. അപ്പോൾ ഇത് ഇപ്പം ഇതിന് മുന്നേ നമ്മൾ മുഖമൊക്കെ നല്ല നല്ല മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകണം, സോപ്പ് ഉപയോഗിക്കരുത്. നമ്മളിപ്പം ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കണം. അപ്പം ഞാൻ ഫേസ് വാഷിൻ്റെയൊക്കെ റിവ്യൂ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ജസ്റ്റ് ഇപ്പോൾ കൈയൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ബ്രഷൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മൾ ക്ഷീണിച്ചിട്ട് വരുന്ന മുഖമാണെങ്കിൽ നമ്മൾ ഫ്രഷ് ലുക്കും ഫ്രഷ് ലുക്ക് നമുക്ക് പോകുമായിരിക്കും. പക്ഷേ റീഫ്രഷ് ലുക്കിങ് തരുന്ന ഏറ്റവും വലിയൊരു റെമഡിങ് ആണ് കേട്ടോ. നമ്മൾ ഇത് ഈ റെമഡി എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്കിതിനെ തേൻ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ ഒരുപാട് നമ്മൾ കറ്റാർ വാഴയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. വീട്ടിൽ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടോ മീഷോയിൽ നിന്നൊക്കെ നമ്മൾ പാക്കിങ് വരുത്തിയിട്ട് ചെയ്യാം. ഞാനിത് നമ്മൾ ഈ അങ്ങാടിക്കടയുണ്ടല്ലോ, അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഞാൻ ചെയ്ത ഒന്നാണ്. അങ്ങാടിക്കടയിൽ തന്നെ ഇങ്ങനത്തെ പൊടികളും എല്ലാം കിട്ടും കേട്ടോ. ഇങ്ങനത്തെ എല്ലാം പൊടിക്കാനുള്ളത് കിട്ടും, അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് പൊടിയാണ് കിട്ടിയത്. മുൾത്താന മിട്ടിയുടെ മാക്സിമം അതേ കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയപ്പോൾ കുറച്ച് ഡ്രൈ ആയി പോയിട്ടോ. അപ്പോൾ ഡ്രൈ ആയപ്പോൾ ആ ഭാഗം കണ്ട് നന്നായിട്ട് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്ന കേട്ടോ. എനിക്ക് നല്ല ആ മുഖത്ത് ചെറിയൊരു കരിവാളിപ്പ് നമുക്കാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്തിറങ്ങിയാൽ മതി, അത്ര നമ്മൾ കറുത്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അതൊക്കെ പറ്റിയിട്ട് അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ തൊട്ട് അങ്ങ് തുടച്ച് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ, കാരണം എന്ന് വെച്ചാൽ മുൾത്താന മിട്ടി എന്ന് വെച്ചാൽ നല്ല തരിയൊന്നുമില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കും കേട്ടോ. അപ്പം അതൊക്കെ ചെയ്തിട്ട് എൻ്റെ മുഖത്ത് കണ്ട് ഞാൻ മുഖമൊക്കെ നല്ലവണ്ണം ഫ്രഷായി. എൻ്റെ അവസാനത്തെ ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ. ആഫ്റ്റർ ലുക്കാണിത്. നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. സ്കിൻ വൈറ്റനിങ് ആയി. അതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിട്ടും കൂടെ തോന്നി കേട്ടോ. അപ്പം വീഡിയോ